ഹലോ ഹായ് നമസ്കാരം, പൊന്നുവാണേ. വെൽക്കം ടു മൈ ചാനൽ പൊന്നു ആതിരാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ലിപ്സ്റ്റിക് റിവ്യൂവുമായിട്ടാണ്. ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക്കുമായിട്ടാണ്. ഇൻ ദ ഷെയ്ഡ് കൊക്കോ ക്രഷ് 07. ഐ റിയലി ലവ്ഡ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് 3.8 ml ബോട്ടിലാണ്. MRP വന്നിട്ട് $299 ആണെങ്കിലും നൈക്കയിൽ എനിക്ക് $249 കിട്ടി കേട്ടോ. നിങ്ങളുടെ ചുണ്ട് കുറച്ച് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. മീഡിയം ടു ഡസ്കി സ്കിൻ ടോണുകാർക്ക് ഇത് നല്ല രസമായിട്ടുള്ള ഒരു ബ്രൗൺ നൂഡ് ഷെയ്ഡാണ്. എൻ്റെ ചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരു ചുണ്ടാണ്. അപ്പോൾ അതിനെനിക്ക് നന്നായിട്ട് സൂട്ട് ആവുന്ന പോലെ തോന്നി. പിഗ്മെൻറ്റേഷനൊക്കെ ഒരൊറ്റ തവണ നമ്മൾ ഒരൊറ്റ കോട്ട് ഇടുമ്പോഴേക്കും തന്നെ ഫുൾ കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്നെപ്പോലെ ഉള്ളവരാണോ നിങ്ങളെന്ന് എനിക്കറിയില്ല. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഓവർ മേക്കപ്പ് ഇട്ടിട്ട് പുറത്തിറങ്ങാൻ അത്ര ഇഷ്ടമല്ല. ഞാൻ അധികം ചെയ്യുന്നത് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതുപോലെ തന്നെ കുറച്ച് ബ്ലഷ് ഇടും, ലിപ്സ്റ്റിക് ഇടും. ഇത്രയും മേക്കപ്പേ ഞാൻ ചെയ്യാറുള്ളൂ. ഇത് തന്നെ ശരിക്കും ഇനഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ പകൽ സമയത്തൊക്കെ ഒരുപാട് അങ്ങ് മേക്കപ്പ് ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഈ ഐ ഷാഡോയും മസ്കാരയും അതൊക്കെ ഇടുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഭയങ്കര ഒരുപാട് ഹെവി ആയിട്ട് നമ്മുടെ ഫീല് എനിക്ക് കിട്ടും. കണ്ണെഴുതാറില്ല ഞാൻ. എനിക്കിപ്പം ഇങ്ങനത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്കാണ് ഇഷ്ടം. മസ്കാരയൊക്കെ ഒരു തിൻ ലെയർ ആയിട്ടിടുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് ഇതുപോലെ മാറ്റ് ഫിനിഷ് ആവും. ഞാനിതിപ്പോൾ 2-3 കോട്ട് ഇട്ട് നോക്കിയിട്ടുണ്ട്. എന്താണ് ഡിഫറൻസ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല മാറ്റ് ഫിനിഷ് ആവും കേട്ടോ. ഇത് ഭയങ്കര തിൻ ലെയർ ആയിട്ടാണ് നമ്മളെ ഫേസിൽ നിൽക്കുന്നത്. അതായത് നമുക്ക് ഭയങ്കര ഹെവിനെസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ടെക്സ്ചർ വന്നിട്ട് അടിപൊളി ടെക്സ്ചറാണ്. പിന്നെ നമുക്ക് ട്രാൻസ്ഫർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ് എന്നൊക്കെ നമ്മുടെ ഫേസസ് കാനഡ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് അത്യാവശ്യം ട്രാൻസ്ഫർ ആവുന്നുണ്ട്. സ്മഡ്ജ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിനകത്തുനിന്ന് പുറത്തോട്ട് അങ്ങനെയൊന്നും ആവുന്നില്ല. പക്ഷേ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഫുഡ്, ഓയിലി ഫുഡൊക്കെ നിങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും ചുണ്ടിലുള്ളത് കംപ്ലീറ്റ് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ലിപ്സിൽ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ ലിപ്പ് ഉണ്ടായിരുന്നത് അതുപോലെയാണ്. ചില ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കില്ലേ, അതുപോലെയൊന്നുമില്ല. അതിന് പകരമായിട്ട് നല്ല രസമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ലിങ്ക് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെന്താ വിശേഷം? അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ, ലവ് യു, പൊന്നു.